വെൽക്കം ബാക്ക് ഗൈസ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡ് റീബിൽഡിംഗ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ മാസത്തിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. അതായത് ഏകദേശം 20 ദിവസത്തോളം നമ്മൾ യൂട്യൂബിൽ ഇനാക്റ്റീവ് ആയിരുന്നു. എന്തായാലും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. താങ്ക് യു ഫോർ സ്റ്റേയിങ് വിത്ത് മീ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. നിങ്ങളെല്ലാവരും ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്യില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ പെപ്രയും മിലോസും ഒക്കെ ക്ലബ്ബ് വിട്ടു എന്നുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമ്മൾ കണ്ടു. ഇവർക്ക് രണ്ടുപേർക്കും റിപ്ലേസ്മെന്റ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന 5 പ്ലേയേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവര് അത് ആദ്യം കയറി കാണുക. എന്തായാലും പെപ്രയും മിലോസും ഒക്കെ ക്ലബ്ബ് വിടുമെന്ന് നമുക്ക് 100% ഉറപ്പായിരുന്നു അല്ലെ. പക്ഷെ ലഗത്തോറിന്റെ കാര്യം അങ്ങനെയല്ല. കഴിഞ്ഞ സീസണിന്റെ ഇടയ്ക്ക് വെച്ച് ആ പ്രൊട്ടസ്റ്റിന്റെ ഒക്കെ നടുവിൽ മാനേജ്മെന്റ് ഒരു ട്രാൻസ്ഫർ ഫീ നൽകി യൂറോപ്പിൽ നിന്നും കൊണ്ടുവന്ന പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫറിൽ ഒരു അഭിമാന പ്രശ്നമുണ്ട്. ലഗത്തോറിനെ ഇപ്പൊ ക്ലബ്ബ് റീപ്ലേസ് ചെയ്താൽ ഫാൻസിന്റെ വായടയ്ക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന ഒരു സൈനിങ് എന്നുള്ള ആ ചീത്തപ്പേര് ഈ ക്ലബ്ബ് ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. ഇപ്പോഴും അങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും തോന്നുന്നതെങ്കിലും മാനേജ്മെന്റ് ഈ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ വളരെ പബ്ലിക്കായിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ ആവും. അവർ അത്രയ്ക്ക് മണ്ടന്മാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു ഒബ്സർവേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു ലോങ് ടേം ഫ്യൂച്ചർ ഉള്ള പ്ലെയർ അല്ല ലഗത്തോർ. ഈ ലീഗിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള പല ഫോറിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരെ വെച്ച് നോക്കുമ്പോഴും ലഗത്തോർ അത്രയും ഒരു ക്വാളിറ്റി ഇതുവരെ എവിടെയും പുറത്തെടുത്തിട്ടുമില്ല. ബ്ലാസ്റ്റേഴ്സിൽ ഒരു പ്രോപ്പർ പ്രീ സീസൺ ലഭിക്കാത്ത, ക്ലബ്ബ് വളരെ അൺസ്റ്റേബിൾ ആയ സിറ്റുവേഷനിൽ ഇങ്ങോട്ട് വന്ന പ്ലെയർ എന്നുള്ളൊരു എക്സ്ക്യൂസ് ഉണ്ടെങ്കിലും ഇനി അധികം കാലം നമുക്ക് ഇതൊക്കെ പറഞ്ഞ് ലഗത്തോറിനെ ജസ്റ്റിഫൈ ചെയ്യാനാവില്ല. അടുത്ത ഡ്യൂറൻ കപ്പ് ഒക്കെ കളിച്ച് ലഗത്തോർ സെറ്റ് ആവും എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കും ആഗ്രഹം. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഈ പ്ലെയറിനെ റിപ്ലേസ് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യേണ്ട 5 ഡിഫൻസീവ് മിഡ്ഫീൽഡറെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തുടങ്ങാം. ഈ ലിസ്റ്റിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന 5ാമത്തെ പ്ലെയർ ഡൊമിനിക് ബോൾ. ഇംഗ്ലണ്ടിന്റെ ലോവർ ലീഗിലൊക്കെ കണ്ടുവരുന്ന ഒരു ട്രഡീഷണൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് ഈ 29 വയസ്സുകാരൻ. ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ അക്കാഡമിയിലൂടെ ഉയർന്നു വന്ന ബോള് യൂറോപ്പ ലീഗിൽ ഉൾപ്പെടെ അവരുടെ സ്ക്വാഡിന്റെ ഭാഗമായിരുന്നെങ്കിലും ഒരു ഫസ്റ്റ് ടീം അപ്പിയറൻസ് പോലും അദ്ദേഹത്തിന് നേടാനായില്ല. പിന്നീട് 2015-16 സീസണിലാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു മെമ്മറബിൾ മോമെന്റ് ബോളിനെ തേടി എത്തുന്നത്. അന്ന് റേഞ്ചേഴ്സിന് വേണ്ടി ലോൺ അടിസ്ഥാനത്തിൽ കളിച്ചിരുന്ന ഈ താരം റേഞ്ചേഴ്സ് സ്കോട്ട്ലൻഡിലെ ഫസ്റ്റ് ഡിവിഷനിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആ ടീമിന്റെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായിരുന്നു. നമുക്കറിയാം 2012-ലാണ് റേഞ്ചേഴ്സ് അവരുടെ കടബാധ്യത മൂലം ലിക്വിഡേഷനിലേക്ക് പോവുകയും അതുപോലെ തന്നെ 3rd ഡിവിഷനിലേക്ക് റെലഗേറ്റ് ആവുന്നതും. ഇതിനുശേഷം അവർ 2nd ഡിവിഷൻ ചാമ്പ്യന്മാരായി ഫസ്റ്റ് ഡിവിഷനിലേക്ക് പ്രൊമോഷൻ നേടിയ ആ ഒരു സീസണിലാണ് അന്ന് വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള ഈ താരം അവിടെ വലിയൊരു പങ്ക് വഹിച്ചത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്കോട്ട്ലൻഡിലെ ബിഗ്ഗസ്റ്റ് ക്ലബ്ബുകളിൽ ഒന്നായ റേഞ്ചേഴ്സിന്റെ ചരിത്രത്തിലെ ഇത്ര സിഗ്നിഫിക്കന്റ് ആയ ഒരു മോമെന്റിൽ ഈ ഒരു താരം ഇത്രയും വലിയൊരു കോൺട്രിബ്യൂഷൻ നൽകി എന്നുള്ളതൊരു നിസ്സാര കാര്യമല്ല. ഇതിനുശേഷം ഇംഗ്ലണ്ടിലെ റോദറം യുണൈറ്റഡ്, പീറ്റർബറോ യുണൈറ്റഡ്, QPR എന്നീ ടീമുകൾക്ക് വേണ്ടി കളിച്ച ബോള് പിന്നീട് ഇപ്സ്വിച്ച് ടൗണിലാണ് ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കുന്നത്. കീറൻ മക്കനയുടെ കീഴിൽ ഇപ്സ്വിച്ച് ലീഗ് 1 നിന്ന് ചാമ്പ്യൻഷിപ്പിലോട്ട് പ്രൊമോട്ടായി ചാമ്പ്യൻഷിപ്പിൽ നിന്നും പ്രീമിയർ ലീഗിൽ എത്തിയപ്പോൾ ആ ടീമിന്റെ ചെറിയൊരു ഭാഗമാവാൻ ഈ താരത്തിന് കഴിഞ്ഞു. എന്തിനേറെ പറയാൻ, ഈ കഴിഞ്ഞ സീസണിൽ ലീഗ് 1 ക്ലബായ ലെയ്റ്റൺ ഓറിയന്റിന് വേണ്ടി FA കപ്പിലും അതുപോലെ ലീഗ് 1 പ്ലേ ഓഫ് ഫൈനലിലും ഉൾപ്പെടെ 38 മത്സരങ്ങളിൽ ബോൾ കളിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിന് ബോളിൽ നിന്നും എന്ത് എക്സ്പെക്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്പർ 1 കാര്യം ഡിഫൻസീവ് സോളിഡിറ്റി തന്നെയാണ്. ഈ പ്ലെയർ ഭയങ്കര സിൽക്കി ആയ മൂവ്മെന്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ പൊസഷൻ റിട്ടൈൻ ചെയ്യാനും ബോൾ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു പിടിക്കാനും നല്ലോണം ശ്രമിക്കുന്ന ഒരു പ്ലെയർ ആണ്. അത്ര ഇംപ്രസീവ് ആയിട്ടുള്ള ലൈൻ ബ്രേക്കിംഗ് പാസുകളൊന്നും മിഡ്ഫീൽഡിൽ നിന്നും കളിക്കില്ലെങ്കിലും ബോൾ നല്ലോണം ക്യാരി ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും ഈ പ്ലെയറിനുണ്ട്. പിന്നെ ഈ താരത്തിനെ കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. ഹീ ഈസ് വെരി ഗുഡ് അണ്ടർ പ്രഷർ. അതായത് എതിരാളികൾ പ്രസ് ചെയ്യുമ്പോൾ ബോൾ വിട്ടുകൊടുക്കാതെ പൊസഷൻ നല്ലോണം റിട്ടൈൻ ചെയ്യാൻ ഈ പ്ലെയറിന് കഴിയാറുണ്ട്. നമ്മുടെ ക്ലബിനെ വെച്ച് നോക്കുമ്പോൾ അത് വലിയൊരു കാര്യമല്ലേ. ഇതിനു പുറമെ റൈറ്റ് ബാക്ക് ആയിട്ടും സെന്റർ ബാക്ക് ആയിട്ടും കളിച്ചുള്ള എക്സ്പീരിയൻസും ബോളിനുണ്ട്. ഈ മാസം അവസാനം കോൺട്രാക്ട് തീരുന്ന ബോളിന്റെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 2.2 കോടി രൂപയാണ്.
ഇപ്പൊ കുറെ പേര് പറയും ബ്രോ മാർക്കറ്റ് വാല്യൂ കൊണ്ട് എന്ത് ഗുണം, നിങ്ങൾ സാലറി പറ അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ എന്ന്. അതുകൊണ്ട് ഞാൻ ഈ പ്ലെയറിന്റെ സാലറിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു സീസൺ കാലയളവിൽ ലെയ്റ്റൺ ഓറിയന്റ് ഏകദേശം 3 കോടി രൂപയാണ് ബോളിന് സാലറി ആയിട്ട് നൽകിയിട്ടുള്ളത്. ഇനി നിങ്ങൾ പറയൂ ഇത് വലിയൊരു തുകയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നാലാമത് പറയാൻ പോകുന്ന ഓസ്ട്രേലിയൻ മിഡ്ഫീൽഡർ വളരെ 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 യുണീക്ക് ആയിട്ടുള്ള ഒരു റെക്കോർഡിന് ഉടമയാണ്. ടെറി ആന്റോണിസ് ആണ് ഓസ്ട്രേലിയയിലെ മെൽബണിലും സിഡ്നിയിലും സ്ഥിതി ചെയ്യുന്ന 4 എ ലീഗ് ക്ലബ്ബുകളെയും സീനിയർ ലെവലിൽ റെപ്രസെന്റ് ചെയ്യുന്ന ആദ്യത്തെ ഫുട്ബോളർ. 2023-24 സീസണിൽ മെൽബൺ സിറ്റിയിൽ എത്തിയതോടെയാണ് ആന്റോണിസ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. പക്ഷേ ഈ താരത്തിന്റെ ഒരു എമർജൻസ് അതിനൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തന്നെ ഓസ്ട്രേലിയൻ ഫുട്ബോളിലെ എല്ലാവരും ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ച ഒരു ടാലന്റ് ആണ് ആന്റോണിസ്. അന്നൊരു ഫുട്ബോൾ സ്കിൽസ് കോമ്പറ്റീഷൻ ജയിച്ച ആന്റോണിസിന് സാക്ഷാൽ ഡേവിഡ് ബെക്കത്തിന്റെ ഒപ്പം ഒരു ട്രെയിനിങ് സ്കിൽസ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇത് കണ്ട് അഡിഡാസ് അപ്പൊ തന്നെ ആന്റോണിസിന് ഒരു സ്പോൺസർഷിപ്പ് നൽകി. ഭാവിയിൽ ടിം കേഹിൽ, ബ്രെറ്റ് ഹോൾമൻ എന്നീ ലെജൻഡറി ഓസ്ട്രേലിയൻ താരങ്ങളെയൊക്കെ ഈ പയ്യൻ റിപ്ലേസ് ചെയ്യും എന്ന് വരെ ആൾക്കാർ വാഴ്ത്തി. 14-ാം വയസ്സിൽ കാഹിലിന്റെ സക്സസർ എന്ന പോലെ തന്നെ ആന്റോണിസ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ എവർട്ടണുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടു. പക്ഷേ 18 വയസ്സിൽ താഴെയുള്ള ഫോറിൻ താരങ്ങളുടെ ട്രാൻസ്ഫറിനുള്ള ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്തതുകൊണ്ട് ഫിഫ ആ ട്രാൻസ്ഫർ ബ്ലോക്ക് ചെയ്തു. അതിലൊന്നും പക്ഷെ തളരാതെ ആന്റോണിസ് തന്റെ 16-ാം വയസ്സിൽ സിഡ്നി FC-ക്ക് വേണ്ടി ബൂട്ടണിഞ്ഞു. ഈ ഒരു കാലയളവിൽ യൂറോപ്പിലെ പല വമ്പൻ ക്ലബ്ബുകളും ഈ താരത്തിനെ നോക്കിയിരുന്നു. എവർട്ടൺ, ഇന്റർ മിലാൻ, മാർസേ എന്നീ ടീമുകൾ എല്ലാവരും ഈ താരത്തിനെ സൈൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് എന്നുള്ള വാർത്തകളും പ്രചരിച്ചു. ഇത്രയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടും എന്തുകൊണ്ടോ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിൽ കളിക്കാനുള്ള ഒരു ഭാഗ്യം ആന്റോണിസിന് ഉണ്ടായിരുന്നില്ല. എവർട്ടണിലേക്കുള്ള ട്രാൻസ്ഫർ മുടങ്ങിയ പോലെ തന്നെ ഇറ്റാലിയൻ ക്ലബ്ബായ പാർമയിലേക്കുള്ള നീക്കവും നടക്കാതെ പോയി. തിരിച്ച് മെൽബൺ വിക്ടറിയിൽ വന്നിട്ടാണ് ആന്റോണിസ് തന്റെ കരിയറിലെ ആദ്യ ട്രോഫിയിൽ മുത്തമിടുന്നത്. പിന്നീട് കൊറിയയിലെ ഫേമസ് ക്ലബ്ബായ സുവോൺ ബ്ലൂ വിങ്സിന് വേണ്ടി കളിച്ച ആന്റോണിസ് 2019 കൊറിയൻ FA കപ്പ് വിന്നറായി. അതിനുശേഷം വെസ്റ്റേൺ സിറ്റി വാണ്ടറേഴ്സ്, മെൽബൺ സിറ്റി എന്നീ ടീമുകൾക്ക് കളിച്ച ആന്റോണിസ് ദേ ഇപ്പോ തായ്ലൻഡിലെ ഉത്താനി താനി വിടാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ ഉത്താനി താനി എന്ന് പറഞ്ഞാൽ നമ്മുടെ മിക്കായൽ സ്റ്റാറുടെ പഴയ ടീം, മറ്റേ ക്രസ്റ്റിൽ ആനയൊക്കെ ഉള്ള നമ്മളെ പോലെ തന്നെയുള്ള തായ്ലൻഡിലെ ആ ടീം. ഈ ലിസ്റ്റിലുള്ള പ്ലേയേഴ്സിൽ ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് കളി കണ്ടിട്ടുള്ള ഒരേ ഒരു താരം ആന്റോണിസ് ആണ്. 2020 കോവിഡിന് ശേഷം ഈ ലോകത്ത് ആദ്യമായിട്ട് റെസ്യൂം ചെയ്ത ലീഗ് കൊറിയയിലെ കെ ലീഗ് ആണ്. ആ സമയത്ത് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാനും ആ കളികൾ കണ്ടു. അങ്ങനെ PG കഴിഞ്ഞിരുന്ന ആ ഒരു സമയമായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഞാൻ കെ ലീഗിന്റെ ഒഫീഷ്യൽ കണ്ടന്റ് പ്രൊവൈഡേഴ്സ് ആയ കെ ലീഗ് യുണൈറ്റഡിന് വേണ്ടി എഴുതി തുടങ്ങി. അവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ റൈറ്ററിനും ഓരോ ക്ലബിനെ കൊടുക്കും. എന്നിട്ട് നമ്മൾ ആ ക്ലബിന്റെ മാച്ചുകളും റിപ്പോർട്ടുകളും ഒക്കെ ഫുള്ള് കവർ ചെയ്യണം. ഞാൻ അന്ന് ചൂസ് ചെയ്തത് ആന്റോണിസ് കളിച്ച സുവോൺ ബ്ലൂ വിങ്സ് ആണ്. മിഡ്ഫീൽഡിൽ നമ്പർ 8, നമ്പർ 10, നമ്പർ 6 എന്നീ പൊസിഷനൊക്കെ കളിക്കാൻ കഴിവുള്ള ആന്റോണിസ് കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ടുള്ള ഒരു റോളിലാണ് അദ്ദേഹത്തിന്റെ മികച്ച പെർഫോമൻസുകൾ പുറത്തെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നല്ല ടെക്നിക്കൽ എബിലിറ്റി ഉള്ള ഒരു മിഡ്ഫീൽഡർ തന്നെയാണ് ആന്റോണിസ്. നല്ല പാസിംഗ് റേഞ്ചും അതുപോലെ സ്പേഷ്യൽ അവയർനെസ്സും ഉണ്ട്. സ്പേഷ്യൽ അവയർനെസ് എന്താന്ന് വെച്ചാൽ ബേസിക്കലി പിച്ചിൽ നമ്മുടെ പൊസിഷൻ, ടീംമേറ്റ്സിന്റെ പൊസിഷൻ, എതിരാളികളുടെ പൊസിഷൻ, ഫ്രീ സ്പേസ് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു വ്യക്തമായ ധാരണ. ഈ ക്വാളിറ്റി ഒരു പ്ലെയറിന്റെ ഡിസിഷൻ മേക്കിങ്ങിലും ടാക്ടിക്കൽ എബിലിറ്റിയിലും ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. ഉത്താനി താനിയുടെ സാലറി ഡീറ്റെയിൽസ് ക്ലബ്ബ് പബ്ലിക്കായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിലും ചില റിപ്പോർട്ടുകൾ പ്രകാരം ആന്റോണിസ് ഒരു വർഷം 1,15,00,000 രൂപയാണ് അവിടെ ഏൺ ചെയ്യുന്നത്. ജൂലൈ മുതൽ ഫ്രീ ഏജന്റ് ആവുന്ന ഈ പ്ലെയറിനെ നമ്മൾ സൈൻ ചെയ്തില്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ISL ക്ലബ്ബുകൾ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു വലിയ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. മൂന്നാമത്തെ പ്ലെയർ മാത്യു ഗിലമിയർ. 27 വയസ്സ് മാത്രം പ്രായമുള്ള ഈ താരം നമ്മുടെ ഈ ലിസ്റ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മിഡ്ഫീൽഡർ ആണ്. പോളണ്ടിലെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബായ സ്റ്റാൽ മിയൽക്കിന് വേണ്ടി ബൂട്ടണിയുന്ന ഗിലമിയർ മാൾട്ടയുടെ നാഷണൽ ടീമിന് വേണ്ടി ഇതിനോടൊപ്പം തന്നെ 47 മത്സരങ്ങളിലും കളിച്ചിട്ടുണ്ട്. മാൾട്ടയിലെ സെന്റ് ആൻഡ്രൂസ് എന്ന ക്ലബിലാണ് ഗിലമിയർ തന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2013 തൊട്ട് 16 വരെ സെന്റ് ആൻഡ്രൂസിലും അതിനുശേഷം മാൾട്ടയിലെ തന്നെ ബിർക്കിർക്കാര എന്ന ക്ലബിനും കളിച്ചു. പിന്നീട് 2020-ലാണ് ഗിലമിയറിന്റെ കരിയറിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നത്. മാൾട്ടയിലെ വമ്പൻ ക്ലബായ ഹാംറൂൺ സ്പാർട്ടൻസ് ആ ലീഗിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റെക്കോർഡ്
ട്രാൻസ്ഫർ ഫീ ആയ 3 ലക്ഷം പൗണ്ട് നൽകി ഈ താരത്തിനെ സ്വന്തമാക്കി. ആ സീസണിൽ 30 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സ്പാർട്ടൻസ് ലീഗ് ചാമ്പ്യന്മാരാവുകയും മാൾട്ടീസ് പ്രീമിയർ ലീഗിലെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ഗുലമീറിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് സ്പാർട്ടൻസിന്റെ കൂടെ ഒരു ലീഗ് ടൈറ്റിലും കൂടെ അടിച്ചതിന് ശേഷം 2023 പോളണ്ടിലെ സ്റ്റാൽ മിയൽക്കിലേക്ക് ഗുലമീർ എത്തുന്നത്. ഗുലമീറിന്റെ പ്ലേയിങ് സ്റ്റൈലിനെ കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു പ്ലെയർ വളരെ ഇന്റലിജന്റ് ആയ, ഒരുപാട് കമ്പോഷറോട് കൂടി കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. ബോൾ പൊസഷൻ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു മിഡ്ഫീൽഡർ. കഴിഞ്ഞ സീസണിൽ പോളിഷ് ഫസ്റ്റ് ഡിവിഷനിൽ ഗുലമീറിന്റെ ഡിഫൻസീവ് സ്റ്റാറ്റ് നോക്കിയാൽ 131 ഡ്യുവൽസ് വിൻ ചെയ്തു, 38 ഏരിയൽ ഡ്യുവൽ വിൻ ചെയ്തു, 45 ഇന്റർസെപ്ഷൻ, 153 ബോൾ റിക്കവറീസ്, 5 യെല്ലോ കാർഡ്, 0 റെഡ് കാർഡ്സ്. ഒഫൻസീവ്ലി നോക്കുകയാണെങ്കിലും 75% ഡ്രിബിൾ സക്സസ് റേറ്റ് ഉണ്ട്, 35 ഓപ്പോസിഷൻ ബോക്സിൽ ടച്ചുകൾ ഉണ്ട്, സോ ഹി കൻ ഗെറ്റ് ഫോർവേഡ്. അതുപോലെ തന്നെ 80% മുകളിൽ പാസിംഗ് കംപ്ലീഷൻ റേറ്റും ഉണ്ട്. ഈ ഒരു റേറ്റ് കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാനാവുമെങ്കിലും ഈ പ്ലെയർ കളിക്കുന്ന പല പാസുകളും പ്രോഗ്രസീവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തൊരു റിസ്ക് എലമെന്റ് ഉണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഒരു സക്സസ് റേറ്റ് കുറച്ച് കുറവായിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും 12 ദിവസത്തിൽ ഫ്രീ ഏജന്റ് ആവാൻ പോകുന്ന 4 കോടി മാർക്കറ്റ് വാല്യൂ ഉള്ള ഈ ഒരു പ്ലെയർ തീർച്ചയായിട്ടും നമുക്ക് പറ്റിയ ഒരു മികച്ച സൈനിങ് ആയി മാറിയേക്കാം. സാലറി സ്പോട്ട് എന്ന വെബ്സൈറ്റ് പ്രകാരം ഈ പ്ലെയർ ഒരു വർഷം കൈപ്പറ്റുന്ന സാലറി ഏകദേശം 39,052 പൗണ്ട് ആണ്. അതായത് അറൌണ്ട് 45 ലക്ഷം രൂപ. തീർച്ചയായിട്ടും നമ്മുടെ ക്ലബിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാലറി സ്ട്രക്ചർ ആണ് ഇത് എന്നുള്ളതിൽ ഒരു സംശയവും. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ പ്ലെയർ ഫുട്ബോൾ ലോകം കണ്ടിട്ടുള്ള എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ ബ്രസീലിയൻ പ്ലെയർ റിവാൾഡോയുടെ പേരുമായിട്ട് ഒരു സിമിലാരിറ്റി ഉള്ള സൗത്ത് ആഫ്രിക്കൻ മിഡ്ഫീൽഡർ റിവാൾഡോ കൊയറ്റ്സി ആണ്. പെപ്രയുടെ റീപ്ലേസ്മെന്റ് വീഡിയോയിൽ നമ്മൾ പീറ്റർ ഷലുലിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ മെമലോഡി സൺഡൗൺസിന്റെ ഒരു സൂപ്പർ താരമാണ് ഈ കൊയറ്റ്സി. അയാക്സ് കേപ്പ് ടൗണിൽ കളിച്ചു തുടങ്ങിയ റിവാൾഡോ കൊയറ്റ്സി ഒരു സെന്റർ ബാക്ക് ആയിരുന്നു. പിന്നീട് 2017 മെമലോഡി സൺഡൗൺസിൽ എത്തിയ ശേഷമാണ് സൗത്ത് ആഫ്രിക്കയിലെ ലെജൻഡറി കോച്ചായ പിറ്റ്സോ മൊസിമാനെ റിവാൾഡോയെ ഒരു സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആക്കി മാറ്റിയത്. ഈ ഒരു പൊസിഷൻ ചേഞ്ച് മെമലോഡി സൺഡൗൺസിനും റിവാൾഡോയ്ക്കും ഒരുപാട് ഗുണം ചെയ്തു. റിവാൾഡോ മിഡ്ഫീൽഡിൽ ഒരു ടീമിന് പൊസിഷൻ റിട്ടൈൻ ചെയ്യാനുള്ള ഒരു ചീറ്റ് കോഡ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ബോൾ റിസീവ് ചെയ്യാൻ എപ്പോഴും അദ്ദേഹം റെഡിയാണ്. ആ ബോൾ കിട്ടിയാൽ അത് എവിടെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ബോൾ കിട്ടുന്നതിന് മുമ്പേ ആലോചിച്ച് വെച്ചിട്ടും ഉണ്ടാവും. നല്ല ബോൾ പ്ലേയിങ് എബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ സൺഡൗൺസിന്റെ മെജോറിറ്റി അറ്റാക്കുകളുടെ ഉത്ഭവവും ഈ താരത്തിന്റെ ബൂട്ടിൽ നിന്ന് തന്നെയാണ്. മൊസിമാനെ ഉൾപ്പെടെയുള്ള സൺഡൗൺസിലെ കോച്ചുകൾ റിവാൾഡോയുടെ പ്ലേയിങ് സ്റ്റൈലിനെ സെർജിയോ ബുസ്കറ്റ്സ് ആയിട്ടും ഫെർണാൻഡിനോ ആയിട്ടും ഒക്കെയാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. അതിന്റെ മെയിൻ കാരണം എതിരാളികളുടെ പ്രസ്സിനെ വളരെ എഫർട്ട്ലെസ് ആയിട്ട് ഈ പ്ലെയർ ബീറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ റിവാൾഡോയുടെ ടാക്ടിക്കൽ ഇന്റലിജൻസിനെ കുറിച്ചും എനിക്ക് ഒരുപാട് വായിക്കാനായി. ഒരു കളിയുടെ സിറ്റുവേഷൻ പക്കയായിട്ട് റീഡ് ചെയ്ത് തന്റെ ഗെയിം അതിനോട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ഈ താരത്തിലുണ്ട്. കരിയറിൽ 15 മേജർ ട്രോഫി ജയിച്ച സൗത്ത് ആഫ്രിക്കയെ ഒളിമ്പിക്സിൽ ഉൾപ്പെടെ 25 മത്സരങ്ങളിൽ റെപ്രസെന്റ് ചെയ്ത ഈ പ്ലെയർ 5.2 കോടി മാർക്കറ്റ് വാല്യൂല് ഈ ലിസ്റ്റിലെ ഏറ്റവും എക്സ്പെൻസീവ് താരമാണ്. പക്ഷേ ഈ സൗത്ത് ആഫ്രിക്കൻ ലീഗിലെ സാലറി അത്ര വലിയ തുകയൊന്നും അല്ല. ഈ മാസം അവസാനം ഫ്രീ ഏജന്റ് ആവാൻ പോകുന്ന റിവാൾഡോ കൊയറ്റ്സി കഴിഞ്ഞ സീസണിൽ സാലറി ആയി കൈപ്പറ്റിയത് വെറും 10 ലക്ഷം രൂപ മാത്രമാണ്. ഡെഫിനറ്റ്ലി വിത്തിൻ ആ ബഡ്ജറ്റ്. ഇനി ഈ ലിസ്റ്റിലെ നമ്പർ 1 പ്ലെയർ സാലറി, എബിലിറ്റി, എക്സ്പീരിയൻസ്, ഫോം ഇതെല്ലാം കൊണ്ടും ഇയാൾ നമ്മുടെ ക്ലബിൽ സെറ്റ് ആവും. ശരിക്കും ഒരു ഡ്രീം സൈനിങ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ സീസണിൽ മെൽബൺ സിറ്റിയെ എ ലീഗിലെ ഗ്രാൻഡ് ഫൈനൽ ചാമ്പ്യന്മാരാക്കി മാറ്റിയ സ്റ്റീവൻ ഉഗാർക്കോവിച്ചിനെ കുറിച്ചാണ്. 30 വയസ്സുള്ള ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കേരള ബ്ലാസ്റ്റേഴ്സോ മറ്റുള്ള ISL ക്ലബ്ബുകളോ ടാർഗറ്റ് ചെയ്തില്ലെങ്കിൽ അതൊരു വലിയ മണ്ടത്തരമായി പോകും. ക്രൊയേഷ്യൻ വംശജനായ ഉഗാർക്കോവിച്ച് തന്റെ 17ാം വയസ്സിൽ ഓസ്ട്രേലിയ വിട്ടു. എന്നിട്ട് ക്രൊയേഷ്യയിലെ ഒസിയക് എന്ന ക്ലബിന്റെ അക്കാഡമിയിൽ ചേർന്ന് അവരെ തന്നെ സീനിയർ ലെവലിലും റെപ്രസെന്റ് ചെയ്തു. ഈ ഒരു കാലയളവിൽ ക്രൊയേഷ്യയുടെ അണ്ടർ 19 ടീമിനെ റെപ്രസെന്റ് ചെയ്ത ഉഗാർക്കോവിച്ച് പക്ഷേ 2016 ഓസ്ട്രേലിയയിലെ എ ലീഗിലേക്ക്
തിരിച്ചു വന്നതിന് ശേഷമാണ് നമ്മൾ ഇപ്പൊ കാണുന്ന ഈ ഒരു പ്ലെയർ ആയിട്ട് മാറിയത്. 5 വർഷം ന്യൂകാസിൽ ജെറ്റ്സിൽ കളിച്ച ഉഗാർക്കോവിച്ച് പതുക്കെ എ ലീഗിലെ ബെസ്റ്റ് സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി മാറി. ഒരിക്കലും ഫിസിക്കലി എ ലീഗിലെ ഏറ്റവും ഡോമിനേറ്റ് ചെയ്യുന്ന മിഡ്ഫീൽഡർ ഒന്നും ആയിരുന്നില്ലെങ്കിലും ഉഗാർക്കോവിച്ചിന്റെ ഇന്റലിജൻസും വർക്ക് റേറ്റും അദ്ദേഹത്തിനെ നമ്പർ 1 ആക്കി. പണ്ടൊരു ഇന്റർവ്യൂവിൽ ഉഗാർക്കോവിച്ചിന്റെ അച്ഛൻ ഒരു പ്രിൻസിപ്പളിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഒരു 3 സെക്കൻഡ് റൂള്. പിച്ചിലെ ഒരു പൊസിഷനിൽ നിന്നതിന് ശേഷം 3 സെക്കൻഡിനുള്ളിൽ ബോൾ റിസീവ് ചെയ്തില്ലെങ്കിൽ വേറൊരു പൊസിഷനിലേക്ക് മാറുക. ഇതായിരുന്നു ആ പ്രിൻസിപ്പിള്. ഇതിന്റെ അർത്ഥം ബേസിക്കലി നമ്മുടെ ടീംമേറ്റ്സിന് പാസ് ചെയ്യാൻ കൂടുതൽ ഓപ്ഷൻസ് പിച്ചിൽ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. അച്ഛൻ ഫോളോ ചെയ്തിരുന്ന ഈ ഒരു പ്രിൻസിപ്പിള് ഉഗാർക്കോവിച്ച് തന്റെ ഗെയിമിലേക്ക് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ കാലക്രമേണ നല്ല എനർജിയും സ്പേഷ്യൽ അവയർനെസ്സും ഉള്ള ഒരു മിഡ്ഫീൽഡറായി ഉഗാർക്കോവിച്ച് മാറി. അതുപോലെ തന്നെ നല്ല പാസിംഗ് റേഞ്ചും ബോളിലുള്ള കോൺഫിഡൻസും കമ്പോഷറും ഒക്കെ എന്നും ഉഗാർക്കോവിച്ചിന്റെ സ്ട്രോങ് ക്വാളിറ്റികളാണ്. ന്യൂകാസിൽ ജെറ്റ്സ് വിട്ടതിന് ശേഷം വെസ്റ്റേൺ സിഡ്നി വോണ്ടേഴ്സിനും വെല്ലിംഗ്ടൺ ഫീനിക്സിനും കളിച്ച ഈ പ്ലെയർ 2023-24 സീസണിലാണ് മെൽബൺ സിറ്റിയിൽ എത്തുന്നത്. സിറ്റി ഈ വർഷം ചാമ്പ്യന്മാരായപ്പോ 24 മത്സരം കളിച്ച് ടീമിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗമായിരുന്ന ഉഗാർക്കോവിച്ച് 3 ഗോളും 1 അസിസ്റ്റും നേടി. എ ലീഗ് ഗ്രാൻഡ് ഫൈനലിന് ശേഷം താൻ ക്ലബ്ബ് വിടുകയാണെന്ന് ഈ പ്ലെയർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തു. പക്ഷെ എങ്ങോട്ടെന്ന് മാത്രം വ്യക്തമല്ല. മെൽബൺ സിറ്റി മുംബൈ സിറ്റി കണക്ഷൻ വെച്ച് ഞാൻ അതിലൊരു ട്രാൻസ്ഫർ മണക്കുന്നുണ്ട്. പക്ഷെ അതിനെ നമുക്ക് അട്ടിമറിക്കാനായാൽ ഇതൊരു 1.5 സൈനിങ് ആയിരിക്കുമെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. 4 കോടി രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള ഉഗാർക്കോവിച്ചിന്റെ റൂമേർഡ് സാലറി ഒരു വർഷം ഏകദേശം 1,60,00,000 രൂപയാണ്. ഈ ഒരു പ്ലെയറിന്റെ ക്വാളിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു തുക തീർച്ചയായിട്ടും നമുക്ക് അഫോർഡ് ചെയ്യാനും അതുപോലെ അതത്ര കൂടുതലുമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡ് റീബിൽഡിംഗ് സീരീസിലെ ഫോറിൻ താരങ്ങളുടെ റിപ്ലേസ്മെന്റ് വീഡിയോകൾ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളിൽ പലരും എഡ്രിയൻ ലൂണയുടെ റിപ്ലേസ്മെന്റ് വീഡിയോ ചെയ്യാൻ എൻ്റെ വീഡിയോസിൽ കമന്റ് ചെയ്യാറുണ്ട്. പക്ഷേ ആ മനുഷ്യൻ ഒഫീഷ്യലി നമ്മുടെ ക്ലബ്ബ് വിട്ടു എന്നുള്ളൊരു വാർത്ത വന്നാൽ മാത്രമേ ഞാൻ അങ്ങനെ ഒരു വീഡിയോയെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അതിൽ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. അടുത്തത് എന്തായാലും നമ്മുടെ ക്ലബിന്റെ കംപ്ലീറ്റ് സ്ക്വാഡ് റീബിൽഡിംഗ് വീഡിയോ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ മറക്കാണ്ട് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ആസ് ഓൾവേസ് യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ. ഹലോ ലോണൊന്നും നോക്കുന്നില്ല കേട്ടോ. ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ഞാൻ പറയാറുണ്ട്. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, താങ്ക് യു.